സാഹിത്യകാരനും സാംസ്കാരിക പ്രവർത്തകനുമായ ടി.കെ.ഡി. മുഴപ്പിലങ്ങാട് അന്തരിച്ചു. വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്നു അദ്ദേഹം. കേരള സാഹിത്യ അക്കാദമി അവാർഡ്, ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് അവാർഡ് തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. കണ്ണൂരിൽ നിന്ന് നിഖിൽ ചേർന്നു. നിഖിൽ, എപ്പോഴായിരുന്നു ടി.കെ.ഡിയുടെ വിയോഗം? ഇന്ന് രാവിലെയാണ് അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ചൊവ്വാഴ്ച മുഴപ്പിലങ്ങാട് ശ്രീനാരായണ മഠത്തിന് സമീപം ഹൈവേ റോഡിൽ വെച്ച് ഒരു വാഹനം ഇടിച്ച് പരിക്കേറ്റ് കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്നതിനിടെ ഇന്ന് രാവിലെയാണ് മരണം സംഭവിച്ചിരിക്കുന്നത്. കഥാകൃത്ത്, നോവലിസ്റ്റ്, കവി, ബാലസാഹിത്യകാരൻ, ഗാനരചയിതാവ്, നാടക രചയിതാവും സംവിധായകനും പത്രാധിപർ, പ്രസാധകൻ, പ്രഭാഷകൻ, കലാപരിശീലകൻ, മേക്കപ്പ് മാൻ തുടങ്ങി എണ്ണമില്ലാത്ത അത്രയും മേഖലകളിൽ പ്രവർത്തിച്ച് അദ്ദേഹത്തിന്റെ കഴിവ് തെളിയിച്ച, വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു വ്യക്തിയായിരുന്നു ടി.കെ.ഡി. മുഴപ്പിലങ്ങാട്. കേരള സാഹിത്യ അക്കാദമി അവാർഡ്, ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് അവാർഡ്, കേരള നാടക സംഗീത അക്കാദമി അവാർഡ്, സംഗീത അക്കാദമി ഗുരുപൂജ അവാർഡ് തുടങ്ങിയ നിരവധി പുരസ്കാരങ്ങളും അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. ഈ ടി.കെ.ഡി. മുഴപ്പിലങ്ങാട് എന്ന ചുരുക്കപ്പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. തൈക്കണ്ടി കുന്നുംപ്രത്ത് ദാമോദരൻ എന്നായിരുന്നു മുഴുവൻ പേര്. മാത്രമല്ല, ഇദ്ദേഹം സാഹിത്യത്തോടും കലാപ്രവർത്തനങ്ങളോടുമുള്ള അദ്ദേഹത്തിന്റെ ഇഷ്ടം കാരണം ഈ തുറമുഖ വകുപ്പിൽ ജീവനക്കാരനായിരുന്നു അദ്ദേഹം. പിന്നീട് റവന്യൂ വകുപ്പിലേക്ക് ഉദ്യോഗം ലഭിച്ചു. പക്ഷേ സാഹിത്യം, കലാപ്രവർത്തനം തുടങ്ങിയവ തന്റെ മുഴുവൻ സമയ പ്രവർത്തന മേഖലയായി തിരഞ്ഞെടുക്കുകയായിരുന്നു. അതുമാത്രമല്ല, 17-ാം വയസ്സിൽ എഴുതി തുടങ്ങിയ വ്യക്തിയാണ്. പിന്നീട് ഇദ്ദേഹത്തിന്റെ നാടകങ്ങളൊക്കെ ആകാശവാണിയിലും ദൂരദർശനിലും ഒക്കെ സംപ്രേഷണം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഏറെ ജനശ്രദ്ധ നേടിയ നാടകങ്ങൾ നിരവധി ഉണ്ടായിരുന്നു. അങ്ങനെ എടുത്തു പറയത്തക്ക വിധത്തിൽ ധാരാളം സാഹിത്യ മേഖലയ്ക്കും കലാമേഖലയ്ക്കും വലിയ സംഭാവനകൾ നൽകിയ ഒരു വ്യക്തി കൂടിയാണ് ടി.കെ.ഡി. മുഴപ്പിലങ്ങാട്. അദ്ദേഹത്തിന്റെ മരണമാണ് ഇന്ന് രാവിലെ സംഭവിച്ചിരിക്കുന്നത്. ഓക്കെ, ശരി നിഖിൽ.